പഞ്ചസാര നേരിട്ട് കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ഇല മതി ഒരു ഗ്ലാസ് ചായ കുടിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇടാം. അത്രയ്ക്ക് ഉണങ്ങിയ ഇലയ്ക്കും പച്ച ഇലയ്ക്കും അത്രയ്ക്കും മധുരമാണ്. ഇത് അപൂർവമായ ഒരു തുളസിയാണ്, രാമതുളസി എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ സ്മെല്ല് വളരെ ഇതാണ്, നല്ലൊരു സ്മെല്ലാണ്. മറ്റ് തുളസിയെ പോലെയല്ല. ഇതിലൊരു മഞ്ഞ ചെറിയ പഴം ഉണ്ടാകും. അത് ഷുഗർ കഴിക്കുന്നതനുസരിച്ച് ഷുഗറിൻ്റെ ലെവൽ കുറഞ്ഞു വരുന്നുണ്ട്. ഈ ചെടിയുടെ പേരാണ് കയ്പനരച്ചി എന്ന് പറയും. ഇതിൻ്റെ ഇലകൾക്ക് അപാരമായ കയ്പാണ്. മാരകമായ ഏത് വിഷത്തിനും ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഔഷധ സസ്യമാണ് ഇത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിൽ കരുവഞ്ചാൽ എന്ന മനോഹരമായ മലയോര മേഖലയിലാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെഡിക്കൽ പ്ലാന്റ്സിനെ പറ്റിയാണ്. ഷാജിച്ചേട്ടൻ്റെ സ്ഥലത്ത് ധാരാളം മെഡിക്കൽ പ്ലാന്റ്സ് ഉണ്ട്. അപ്പം ഷാജിച്ചേട്ടൻ ഒരു വൈദ്യർ കൂടിയാണ്. ആയുർവേദ ചികിത്സാ സെൻറ്ററും ഒപ്പം യോഗ സെൻറ്ററൊക്കെ നടത്തി വരുന്നു. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ മെഡിക്കൽ പ്ലാന്റ്സുകൾ ഉണ്ടെന്നും പിന്നെ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ഷാജിച്ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം. ഷാജിച്ചേട്ടാ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഷാജിച്ചേട്ടാ, അപ്പോൾ ഇവിടെ എന്തൊക്കെ തരം മെഡിക്കൽ പ്ലാന്റ്സുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്? എൻ്റെ അടുത്ത് ഒരു 600-ൽ പരം പച്ചമരുന്നുകൾ നിലവിലുണ്ട്. ഇവിടെയും എൻ്റെ വീട് വെള്ളാടാണ്. വെള്ളാട് 5 ഏക്കർ സ്ഥലത്ത് പല സൈസിലുള്ള 500ഓളം പച്ചമരുന്നുകൾ ഞാൻ പ്ലാന്റ് ചെയ്ത് വരുന്നുണ്ട്. വർഷങ്ങളായിട്ട് സംരക്ഷിച്ച് വരുന്നതാണ്. അപൂർവങ്ങളായ ഒരുപാട് പച്ചമരുന്നുകൾ വീട്ടിലുണ്ട്. അത് പല സ്ഥലങ്ങളിൽ നിന്നായിട്ടുമുണ്ട്. മരുത്വമലയിൽ നിന്ന് കൊണ്ടുവന്നുണ്ട്, കർണാടകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമുണ്ട്, തമിഴ്നാട്, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളതുകൊണ്ട് അങ്ങനെ പല സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുന്ന ഒരു ഔഷധത്തോട്ടം തന്നെ എൻ്റെ പക്കലുണ്ട്. മെഡിക്കൽ പ്ലാന്റ്സുകളും അതെന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഓരോ ചികിത്സയ്ക്ക് ഓരോ പ്ലാന്റ്സ് ആയിരിക്കുമല്ലോ. അപ്പം അതൊക്കെ ഒന്ന് വിശദീകരിച്ചൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? എൻ്റെ ലഘുവായിട്ടുള്ള കാര്യങ്ങൾ പറയാം. എല്ലാ വിവരങ്ങളും പറയാൻ പറ്റത്തില്ലെങ്കിലും നമുക്ക് ലഘുവായിട്ടുള്ള കുറേ മരുന്നുകളെ പറ്റി ഇവിടെ ഉള്ളതിനെ പറ്റിയും ഒക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതൊന്ന് നമുക്ക് പരിചയപ്പെടാം. ആയിക്കോട്ടെ. അർബുദനാശിനി എന്ന് പറയുന്ന വളരെ അപൂർവമായ ഒരു പച്ചമരുന്നാണിത്. ഇത് ക്യാൻസർ ചികിത്സയിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നു. കഷായങ്ങൾക്കും മറ്റുമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പൂവാണിത്. ഇത് എത്ര മനോഹരമായി മുടി പിന്നിട്ടേക്കുന്ന പോലെ, അതായത് ഓല മെടഞ്ഞ് വെച്ചേക്കുന്നത് പോലെ വളരെ മനോഹരമായി കാണുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇത് വളരെ അപൂർവമായിട്ടാണ് ഉള്ളൂ. പല വൈദ്യന്മാരും നമ്മുടെ അടുത്ത് നിന്ന് കൊണ്ടുപോവുകയും വെച്ചുപിടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ക്യാൻസർ ചികിത്സ ചെയ്യുന്ന ആളുകൾക്കാണ് ഇത് കൂടുതൽ ഉപയോഗപ്പെടുന്നത്. അടുത്തത് ഇത് ഗോൾഡൻ ബെറി എന്ന് പറയും. ഇത് വിപണിയിൽ വളരെ മാർക്കറ്റുള്ള സാധനമാണ്. ഇതിൻ്റെ ഈ ഉള്ളിലുള്ള ഈ കായാണ് കഴിക്കുന്നത്. ഇത് ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും മറ്റുമായിട്ട് ഉപയോഗിക്കുന്നതാണ്. നല്ല ഒരു മെഡിസിനാണ്. അതുപോലെ വിറ്റാമിനും പ്രോട്ടീനും ഒക്കെ ഈ ഇതിനകത്തുണ്ട്. ഇത് കിലോയ്ക്ക് 5000 രൂപ വരെ ലുലു മാൾ പോലെയുള്ള സെൻറ്ററുകളിൽ വിലയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഇതിന് വളരെ ഡിമാൻഡുള്ളൊരു സാധനമാണ്. ഇത് കീഴാർനെല്ലി എന്ന് പറയുന്ന ചെടിയാണ്. ഇത് മഞ്ഞപ്പിത്തം പോലെയുള്ള കരൾ സംബന്ധമായ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു അമൂല്യ ഔഷധമാണ് കീഴാർനെല്ലി. ഇത് 2 ഇനമുണ്ട്, വെള്ളയുണ്ട്, ചുവപ്പുമുണ്ട്. ഇത് വളരെ അപൂർവമായി കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ്. പ്രസാരണി എന്ന് പറയും. പ്രസാരണാദി തൈലം അതുണ്ടാക്കുന്നതിന് ഈ കൈ സംബന്ധമായ പൊങ്ങാതെ വരുന്ന വേദനകൾക്കും മറ്റൊക്കെയുള്ള വേദനകൾക്ക് ഈ തൈലം വളരെ വിശേഷപ്പെട്ടതാണ്. ഇത് വളരെ അപൂർവമായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് അയഡിൻ പച്ച എന്ന് പറയും, അതുപോലെ മുറികൂട്ടി എന്ന് പറയും. ഇത് മുറിവിന് വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധ സസ്യമാണ്. ഏത് മുറിവുണ്ടായാലും ഇതിൻ്റെ ഇല പിഴിഞ്ഞ് അതിൻ്റെ നീര് ആ മുറിവിൽ വെച്ചാൽ വളരെ പെട്ടെന്ന് സൗഖ്യപ്പെടുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വേദനയുള്ള ഭാഗങ്ങളിലൊക്കെ ഇത് തിരുമ്മി മറ്റ് മരുന്നുകളുടെ കൂടെ മർമ്മഗുളികയുടെ ഒക്കെ കൂടെ അതിൽ ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ ആ അവിടുത്തെ ചതവും നീർക്കെട്ടും വേദനയൊക്കെ മാറുന്നതായി കണ്ടിട്ടുണ്ട്. ഇത് നീലയാമരി എന്നറിയപ്പെടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമാണ്. തലമുടി വളരുന്നതിനുള്ള എണ്ണ കാച്ചുന്നത്, അതുപോലെ തലയ്ക്ക് കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല ഡൈ പോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അതിനൊക്കെ വളരെ വിശേഷപ്പെട്ട സാധനമാണ്. ഇത് വിഷചികിത്സയിൽ ഉപയോഗിക്കുന്നുണ്ട്. സൗന്ദര്യവർദ്ധക കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട്. നീലയാമരി എന്നാണ് എൻ്റെ പേര്. ഈ ചെടി ആണ് വളരെ വിശേഷപ്പെട്ട അത്യപൂർവമായി കിട്ടുന്നതുമാണ്. ഇത് വയനാടൻ മലനിരകളിൽ നിന്ന് കൊണ്ടുവന്നതുമാണ്. കീരിക്കിഴങ്ങ് എന്ന് പറയും. ഇത് വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ്. ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും
കാണപ്പെടാതെ ആയിപ്പോട്ടെ, മൺമറഞ്ഞു പോയ ഒരു ചെടിയാണ് ഈ കീരിക്കിഴങ്ങെന്ന് പറയുന്നത്. ഇത് വിഷചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു അമൂല്യമായ മരുന്നാണ്. ഇത് തിപ്പല്ലി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് ചുക്ക്, കുരുമുളക്, തിപ്പല്ലി, നമ്മൾ കഫക്കെട്ട് അതുപോലെ ശ്വാസ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു അമൂല്യമായ മരുന്നാണ് തിപ്പല്ലി. ഇത് അപൂർവമായ ഒരു തുളസിയാണ്, രാമതുളസി എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ സ്മെല്ല് വളരെ ഇതാണ്, നല്ലൊരു സ്മെല്ലാണ്. മറ്റു തുളസിയെ പോലെയല്ല, ഇത് വളരെ മെഡിസിൻ പ്രാധാന്യമുള്ള ഒരു തുളസിയാണ്. കഫക്കെട്ട് അതുപോലെ നമ്മൾ സ്റ്റീം ബാത്തിനൊക്കെ ശരീരത്തിന് ശുദ്ധീകരിക്കാനൊക്കെ ഒരു പ്രത്യേക കഴിവ് ഈ തുളസിക്കുണ്ട്. ഇത് വളരെ അപൂർവമായി കാണുന്ന ഒരു ഔഷധ സസ്യമാണ് അരുത എന്ന് പറയുന്നത്. ഈ ചെടിയുടെ ശ്വാസസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും, കഫക്കെട്ട്, എല്ലാത്തിനും, പ്രത്യേകിച്ച് കുട്ടികൾക്കുണ്ടാകുന്ന ശ്വാസമുട്ടലിനൊക്കെ വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് അരുത. ചങ്ങലം വരണ്ട എന്ന് പറയുന്ന ചെടിയാണ് ഇത് ചങ്ങല പോലെയാണ് ഇതിൻ്റെ കണ്ണികൾ പോകുന്നത്, അതുകൊണ്ടാണ് ചങ്ങല വരണ്ടത്. പിന്നെ അസ്ഥി മുറി കൂടാനും അതുപോലെ പൊട്ടൽ, നീർക്കെട്ട്, ഇതിനൊക്കെ വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് ചങ്ങലം വരണ്ട. ഇത് വെള്ള കളറോട് കൂടിയ പനിക്കൂർക്കയാണ്. ഇത് വളരെ അപൂർവമായി കണ്ടുവരുന്നതാണ്. മറ്റേ സാധാരണ പച്ച കളറാണ്, അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനോട് കൂടിയ ഒരു ഇച്ചിരിയുടെ ഔഷധ ഗുണം കൂടുതലുള്ള പനിക്കൂർക്കയാണ് ഇത്. ഈ ചെടിയുടെ പേരാണ് കയ്പനരച്ചി എന്ന് പറയും. ഇതിൻ്റെ ഇലകൾക്ക് അപാരമായ കയ്പാണ്. മാരകമായ ഏത് വിഷത്തിനും ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഔഷധ സസ്യമാണ് ഇത്. ഇതിൻ്റെ ഇലകൾ പിഴിഞ്ഞ് ആ നീര് ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏത് മാരകമായ വിഷത്തിൽ നിന്നും ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിൽ നമ്മൾക്ക് മുക്തി നേടാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് വനാന്തരങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേക ഔഷധ സസ്യമാണ്. ഇതൊരു ഔഷധ സസ്യമാണ്. ഇതിൻ്റെ ഒരു മഞ്ഞ കായാണ് ഇതിൽ ഉണ്ടാവാറുള്ളത്. ഇത് ഇതിൻ്റെ ആ പഴം ഷുഗറിന് ഏറ്റവും വിശേഷപ്പെട്ടതാണ്. ഇത് ഗവി പോലെയുള്ള വനാന്തരങ്ങളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇതിലൊരു മഞ്ഞ ചെറിയ പഴം ഉണ്ടാകും. അത് ഷുഗർ കഴിക്കുന്നതനുസരിച്ച് ഷുഗറിൻ്റെ ലെവൽ കുറഞ്ഞു വരുന്നുണ്ട്. ഇത് സ്റ്റീവിയ എന്ന ഔഷധ സസ്യമാണ്. ഔഷധ സസ്യമായിട്ടും പിന്നെ ഷുഗർ ഫ്രീ ആണ്. പഞ്ചസാരയേക്കാൾ 300 ഇരട്ടി മധുരമുള്ള ഒരു ഔഷധ ചെടിയാണ് സ്റ്റീവിയ. ഇപ്പം പഞ്ചസാര നേരിട്ട് കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതിൻ്റെ ഒരേ ഇല മതി ഒരു ഗ്ലാസ് ചായ കുടിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ. അത്രയ്ക്ക് ഉണങ്ങിയ ഇലയ്ക്കും പച്ച ഇലയ്ക്കും അത്രയ്ക്കും മധുരമാണ്. നീല ഉമ്മം എന്ന് പറയുന്ന ചെടിയാണ്. ഉറക്കക്കുറവ് അതുപോലെ മറ്റ് എണ്ണ കാച്ചുന്നതിനും മറ്റും ഒരുപാട് കിഴി, ഇതിനൊക്കെ ഈ നീല ഉമ്മത്തിൻ്റെ ഇലകളും വിത്തും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഔഷധ ചെടിയാണ് ഉമ്മവും. പനിക്കൂർക്കയുടെ വേറെ ഒരു കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ട വേറൊരു ചെടിയാണ് ഇരുവേലി എന്ന് പറയുന്നത്. പനിക്കൂർക്കയെ പോലെ സ്മെല്ലുള്ളതും എന്നാൽ ശരീരത്തിലെ നീരുകൾ വറ്റിക്കുന്നതിനും മറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കഫത്തിനും ഉപയോഗിക്കാം, നീര് വറ്റിക്കുന്നതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധ സസ്യമാണ് ഇരുവേലി. പച്ച എന്ന് പറയും, അത് ഇതിൻ്റെ തൊഴുകണ്ണി എന്ന് പറയും. ഇത് കണ്ണ് സംബന്ധമായ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. കഷായങ്ങൾ വെച്ച് കഴിക്കാനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതും ഇന്ന് വംശനാശം വന്നുകൊണ്ടിരിക്കുന്നതാണ്, എവിടെയും സംരക്ഷിക്കപ്പെടുന്നില്ല. രാമനാമ പച്ച അല്ലെങ്കിൽ തൊഴുകണ്ണി. ഇത് തഴുതാമ എന്നറിയപ്പെടുന്ന ചെടിയാണ്. ഇത് ശരീരത്തിലെ നീര് വറ്റിക്കാൻ ഏറ്റവും ഫലപ്രദമായതാണ്. മൂത്രത്തെ പുറന്തള്ളുന്നത് മൂലം ശരീരത്തിലെ നീര് പൂർണ്ണമായി വറ്റുന്നു. പുനർനവ എന്ന് പറയുന്ന ആസവം ഉണ്ടാക്കാനും കഷായങ്ങൾക്കും ചേരുവകൾക്കൊക്കെയാണ് ഇത്. പുനർനവ കഷായം, പുനർനവ തൈലം ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഈ ചെടി ഉപയോഗിക്കുന്നുണ്ട്. നോനി ഈ ചെടി എന്ന് പറയുന്നതാണ്. ഇതിൻ്റെ ഈ കായുടെ എക്സ്ട്രാക്റ്റ് എടുത്തിട്ടാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്ന സിറപ്പ് ഉണ്ടാക്കുന്നത്. ഇത് വേദനകൾക്ക് നല്ലതാണ്, മുടി വളരാൻ നല്ലതാണ് ഇതിൻ്റെ കായ. പിന്നെ ഇത് തേനിലിട്ട് വെച്ച് 41 ദിവസം കെട്ടിവെച്ച് എടുത്തു കഴിഞ്ഞാൽ ആ വരുന്ന അരിഷ്ടം പോലെ എടുക്കുന്നത് സംഗതി നമുക്ക് കുടിച്ച് കഴിയുമ്പോൾ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നു, രോഗപ്രതിരോധ ശേഷി നന്നായിട്ട് കൂടുന്നുണ്ട്. അപ്പം ഷാജി ചേട്ടാ, ഷാജി ചേട്ടൻ ഇവിടെ ആയുർവേദ ചികിത്സയും യോഗ സെൻറ്ററും ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ചികിത്സാ കാര്യങ്ങൾ, മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരുമോ? ആയുർവേദ ചികിത്സ എല്ലാവിധ ചികിത്സകളും നമ്മൾ ചെയ്യുന്നുണ്ട്. വാദസംബന്ധമായ കാലുവേദന, മുട്ടുവേദന,
അതുപോലെ നടുവേദന, കഴുത്ത് വേദന ഇങ്ങനെയുള്ളതിങ്ങൾക്കെല്ലാം ചികിത്സ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോറിയാസിസ്, വേരിക്കോസിനാണ് നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. നമ്മൾ സ്വന്തമായിട്ട് തൈലം ഉണ്ടാക്കി കൊടുത്ത് എത്ര ബുദ്ധിമുട്ടുള്ള അല്ലെ എത്ര പഴകിയ വേരിക്കോസും നമ്മൾ പൂർണ്ണമായും ഉത്തരവാദിത്തോടു കൂടി ചികിത്സിച്ച് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നമ്മൾ പ്രത്യേകമായി തയ്യാറാക്കുന്ന എണ്ണയാണ്. ആ എണ്ണ തേൽക്കുന്നതനുസരിച്ച് മുടി കൊഴിച്ചിൽ കുറയുന്നു, മുടിയുടെ നര കുറയുന്നു, മുടി വളരുന്നു, അങ്ങനെ നല്ല ഉറക്കം കിട്ടുന്നു. ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മുടെ തൈലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ മൂത്രത്തിക്കല്ലിന് 3 ദിവസത്തെ മരുന്നുകൊണ്ട് പൂർണ്ണമായും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതെല്ലാം ചെയ്യുന്നത് വളരെ ഗ്യാരണ്ടിയോടുകൂടിയാണ് ചെയ്യുന്നത്. അതുപോലെ തിരുമ്മൽ കാര്യങ്ങളുമുണ്ട്, എല്ലാ ഫുൾ ബോഡി മസാജുണ്ട്. പിന്നെ കൈ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ട കാല് മടിയുന്നതിന് ചെയ്യുന്നുണ്ട്. പിന്നെ കഴുത്ത് വെട്ടുന്നതിന്, നടുവ് വെട്ടുന്നതിനൊക്കെ ഇവിടെ ചികിത്സയുണ്ട്. അതുപോലെ തന്നെ ഈ ചികിത്സ ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ യോഗ ആവശ്യമുള്ളവർക്ക് യോഗ കൊടുക്കുന്നുണ്ട്. അല്ലാതെ തന്നെ യോഗ ക്ലാസ്സുകളുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം യോഗ ക്ലാസ്സുകളുണ്ട്. യോഗ പഠിക്കാൻ ഞാനും മറ്റ് വിദഗ്ധരായ ട്രെയിനേഴ്സും ഉണ്ട് ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. വലിയൊരു ഹാളുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്. അതുപോലെ വാഹനം പാർക്ക് ചെയ്യുന്നതിനും ഇവിടെ താമസിച്ച് ചികിത്സിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഷാജേട്ടാ, നമുക്കെന്നാ ചികിത്സ ചെയ്യുന്ന റൂമൊന്ന് കാണിച്ചു. ഇത് നമ്മൾ തിരുമാനം ഉപയോഗിക്കുന്ന തോണിയാണ്. ഈ എണ്ണത്തോണി എന്ന് പറയുന്ന സംഗതി ഇതാണ്. ഇതിൽ ആളെ കിടത്തിയാണ് തിരുമുന്നത്. അതിൻ്റെ സ്റ്റെപ്പുകൾ വഴി കയറി കിടന്നാണ് തിരുമുന്നത്. അതുപോലെ ഇത് ശിരോധാര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധാര പോട്ടാണ്. ഈ സ്റ്റാൻഡും ഇതെല്ലാം ധാരയ്ക്കുള്ളതാണ്. തിരുമൽ കഴിഞ്ഞ് സ്റ്റീം ബാത്ത് ചെയ്യുന്നു. ഇനി അതുമല്ല, തിരുമൽ കഴിഞ്ഞിട്ട് ചില ആൾക്കാർക്ക് ശിരോരോഗങ്ങളുള്ളവർക്ക് ധാര ചെയ്യണമെങ്കിൽ ആ ധാരയും കഴിഞ്ഞ് സ്റ്റീം ബാത്തും ചെയ്ത് കുളിയും കഴിഞ്ഞിട്ടാണ് പോകുന്നത്. നമ്മൾ പ്രത്യേകമായി ഉണ്ടാക്കുന്ന തൈലങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ പറമ്പിലുള്ള ഔഷധ സസ്യങ്ങൾ വെച്ചാണ് നമ്മൾ തൈലങ്ങൾ കൂടുതലും ഉണ്ടാക്കുന്നത്. ആ തൈലങ്ങളാണ് നമ്മളിവിടെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഷാജേട്ടാ, അപ്പോൾ ഈ യോഗ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? യോഗ ശരീരത്തിനും മനസ്സിനും വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. മനസ്സിന് ശാന്തി കിട്ടുക, ശരീരത്തിന് ആരോഗ്യം കിട്ടുക, അതാണ് യോഗയുടെ ഏറ്റവും വലിയ ഗുണം. നമ്മൾ ഈ നിത്യവും യോഗ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന എല്ലാ വേദനകളും അസ്വസ്ഥതകളെല്ലാം മാറി നല്ല എനർജറ്റിക് ആവും. അതുപോലെ മനസ്സ് സ്വസ്ഥമാവും. ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കൂട്ടിച്ചേർക്കലാണ് യോഗ എന്ന് പറയുന്നത്. അത് കൂടിച്ചേരലാണ്. അത് ശാന്തിയും സമാധാനവും സന്തോഷവും എല്ലാം നമ്മൾ യോഗ ചെയ്യുന്നതിലൂടെ നമ്മൾ സംജാതമാകും. അങ്ങനെ നല്ലൊരു ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് യോഗ കൊണ്ടുള്ള പ്രധാന ഗുണം. ഷാജേട്ടാ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പ്രേക്ഷകരോട് ഷെയർ ചെയ്തതിനും എല്ലാ കാര്യങ്ങളും വിവരിച്ച് പറഞ്ഞു തന്നതിനും ഒരുപാട് നന്ദി. അപ്പം എല്ലാവർക്കും ഈ സംഭവങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാൽ എന്ന സ്ഥലത്തിനോട് ചേർന്നാണ്. അത് കരുവഞ്ചാൽ ടൗണിൽ നിന്നൊരു 1 കിലോമീറ്റർ മാറിയാണ് ഈ ചികിത്സ സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആയുർവേദ ചികിത്സയോ യോഗയോ ഒക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം. ഞാൻ ഷാജിച്ചേട്ടൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവരെല്ലാം വിളിച്ച് ചോദിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.